സി ഫാക്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെങ്ങനെ നമ്മളായി എന്നുള്ള ചോദ്യം നമുക്ക് എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതിനെപ്പറ്റി പറഞ്ഞു തരുന്നൊരു ബുക്കാണ് ദ ബ്രെയിൻ ദ സ്റ്റോറി ഓഫ് യു ബൈ ഡേവിഡ് ഈഗിൾമാൻ. ഇതൊരു BBC TV സീരീസായിട്ടും വന്നിട്ടുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബുക്കാണ്. നമ്മളെ നമ്മളാക്കുന്നത് എന്താണ്, അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇനിയിപ്പോൾ എനിക്ക് ഇതൊന്നും പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതെല്ലാം ബേസ്ലെസ് ആണ്. ഏത് സമയത്തും ഏത് പ്രായത്തും നമുക്കിതെല്ലാം നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മളൊട്ടും വൈകിട്ടില്ല എന്ന് കാണിച്ചു തരുന്ന ഒരു പുസ്തകമാണിത്, ദ ബ്രെയിൻ ദ സ്റ്റോറി ഓഫ് യു. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ ഇന്ന് നമുക്ക് പങ്കുവയ്ക്കാം. ഈ ബുക്കിൽ ഡേവിഡ് ഈഗിൾമാൻ പറഞ്ഞു വയ്ക്കുന്നത് നമ്മൾ അൺഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു ബ്രെയിനുമായിട്ടാണ് ജനിച്ചു വീഴുന്നതെന്നാണ്. അതായത് നമ്മളുടെ ബ്രെയിനിൽ നമ്മൾ ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന നെർവ് സെൽസിൻ്റെ നമ്പർ ഒരു അഡൽട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ സെയിം ആണ്. പക്ഷേ അത് തമ്മിലുള്ള കണക്ഷൻസ് അപ്പോഴും ഇമ്മച്വറാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ കുട്ടികൾ വളരെയധികം ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഒരു വളരെയധികം വർഷക്കാലം ജീവിക്കുന്നത്. ഒരു 10-18 വയസ്സ് വരെ നമ്മളവരെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. എന്നാൽ ഒരു പശുവിൻ്റെയോ ഒരു ഡോൾഫിൻ്റെയോ ഒരു ജിറാഫിൻ്റെയോ ഒക്കെ കുട്ടിയെ എടുക്കുകയാണെങ്കിൽ അവർ ജനിച്ച് വീഴുമ്പോൾ തന്നെ ആ എൻവയോൺമെൻറ്റുമായി ജീവിക്കാനുള്ള രീതിയിലുള്ള എല്ലാ അഡാപ്റ്റേഷനുമായിട്ടാണ് അവർ പുറത്തേക്ക് വരുന്നത്. ഒരു 3-4 മണിക്കൂറിനുള്ളിൽ എണീറ്റ് നടക്കുകയും ഓടുകയും ചാടുകയും ചെയ്യുന്നുണ്ട് ഒരു പശുവിൻ്റെ കിടാവ്. ഡോൾഫിൻ്റെ കുട്ടി ഉണ്ടായി വീണ ഉടനെ തന്നെ അതിന് നീന്താനൊക്കെ സാധിക്കും. പക്ഷെ നമ്മൾക്ക് അങ്ങനെ സാധിക്കില്ല. അതിൻ്റെ കാരണം ഈ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ബ്രെയിനാണ്. ഇത് നമ്മളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കൂടിയാണ്. അഡ്വാൻറ്റേജ് ആണ് എന്ന് പറയാൻ കാരണം, ഇപ്പോൾ ജനിച്ചു വീണ ഈ ഒരു ഡോൾഫിൻ്റെ കുട്ടി അതിന് വെള്ളത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അതും ഇന്ന വെതറിലുള്ള ഇത്ര ചൂടിലുള്ള വെള്ളത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ഒരു ജിറാഫിൻ്റെ കുട്ടിക്ക് ഒരിക്കലും ഒരു മരുഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെ കാര്യം അങ്ങനെയല്ല. നമ്മൾക്ക് ഏത് എൻവയോൺമെൻറ്റിലും ഏതവസ്ഥയിലും ഈ ഭൂമിയിലുള്ള ഏത് കോണിലും നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതിന് വേണ്ട രീതിയിലുള്ള അഡാപ്റ്റേഷൻസ് നമ്മൾക്കില്ലെങ്കിലും അതിനെ ഉരുത്തിരിച്ച് എടുക്കാനുള്ള ബ്രെയിൻ കപ്പാസിറ്റി നമുക്ക് ഉണ്ട്. ഇപ്പോൾ ഒരു തണുത്തുള്ള രാജ്യത്ത് പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് അതിന് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ, ഷെൽട്ടർ അല്ലെങ്കിൽ ഒരു ചൂടുണ്ടാക്കാനുള്ള തീ യൂസ് ചെയ്യാനുള്ള കഴിവ് ഇതെല്ലാം നമുക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായി വരുന്നത് ഈ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ പുറത്ത് വന്നിട്ട് എൻവയോൺമെൻറ്റിനനുസരിച്ചാണ് ഡെവലപ്പ് ആവുന്നത് എന്നുള്ളത് കൊണ്ടാണ്. വേറാസ് ബാക്കി മൃഗങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർ ഓൾറെഡി ഹാർഡ് വയർഡ് ആയിട്ടുള്ളൊരു ബ്രെയിനുമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. എൻവയോൺമെൻറ്റിൽ നിന്നുള്ള ഇൻപുട്ട് അവർക്ക് ഒത്തിരി ആവശ്യമില്ല. ആ എൻവയോൺമെൻറ്റിന് യോജിച്ച രീതിയിലാണ് അവർ ഉണ്ടാക്കി വിട്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ എൻവയോൺമെൻറ്റിനെ യൂസ് ചെയ്താണ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു മൊട്ടക്കുന്നാണെന്ന് സങ്കല്പിക്കുക. അവിടെ ഓരോ 3 മീറ്റർ ഇടവിട്ട് നമ്മൾ ചെടികൾ നട്ടുവെച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് ജനിച്ചു വീഴുന്നൊരു കുഞ്ഞിൻ്റെ ബ്രെയിൻ ഉണ്ടാവുക. ചെറിയ ചെറിയ ചെടികൾ അങ്ങും ഇങ്ങും നമുക്ക് കാണാൻ സാധിക്കും. ഒരു 2 വയസ്സ് ഒക്കെ ആവുന്തോറും ഈ ബ്രെയിന് പുറത്തുനിന്ന് ഉള്ള സ്റ്റിമുലസ് അനുസരിച്ച് സെൻസറി ഇൻപുട്ട് അനുസരിച്ച് ഈ ബ്രെയിനിൻ്റെ സെൽസ് പതുക്കെ വളർന്ന് അതൊരു മരമാകും. വെറും മരമല്ല, നിറയെ ചില്ലകളും ബ്രാഞ്ചസൊക്കെ ഉള്ള മരം. അപ്പോൾ ഈ 3 മീറ്ററിൻ്റെ അപ്പുറത്തുള്ള മരവുമായിട്ട് ഈ മരത്തിൻ്റെ ചില്ല പോയി മുട്ടുന്നുണ്ട്. അങ്ങനെ ചുറ്റിലും നിൽക്കുന്ന എല്ലാ മരങ്ങളുമായിട്ടും ഇതിൻ്റെ ചില്ലകൾ പോയി മുട്ടുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന കണക്ഷൻസിനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. 10 വയസ്സാകുമ്പോഴേക്കും ബ്രെയിനിൻ്റെ സെൽസ് എല്ലാം വളർന്ന് ചുറ്റിനും കണക്ഷൻസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷേ ഇത്രയും കണക്ഷൻസിൻ്റെ ആവശ്യം നമുക്കില്ല. ഇത്രയും കണക്ഷൻസ് എന്ന് പറയുന്നത് ഒത്തിരി ഓവറായിട്ടുള്ള സ്റ്റിമുലസ് നമുക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സോ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മളുടെ ബ്രെയിൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആവശ്യമുള്ള കണക്ഷൻസ് മാത്രം നിർത്തിയിട്ട് ആവശ്യമില്ലാത്ത കണക്ഷൻസിനെ അങ്ങ് പ്രൂൺ ചെയ്ത് കളയും, വെട്ടിക്കളയും. ഇതിനെയാണ് പ്രൂണിങ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും തിരിച്ചറിയുന്നത്? അതിനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ജനിച്ചതും വളർന്നതും മലയാളം ബേസിക്കായിട്ടും യൂസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ്. അപ്പോൾ എനിക്ക് മലയാളത്തിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യാനുള്ള കണക്ഷൻസാണ് എൻ്റെ ബ്രെയിനിലുള്ളത്. എന്നാൽ ഇപ്പം ഞാൻ താമസിക്കുന്നത് ഇംഗ്ലീഷ് മെയിനായിട്ടും സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, മലയാളത്തിലെ ഇൽ, ഇൻ, ഇൾ, ഴ എന്നൊക്കെ പറയുന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. എനിക്ക് കേട്ടാൽ അത് മനസ്സിലാവും. മഴ എന്നുള്ളത് മഴ എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഇവിടെയുള്ള ഒരാളോട് മഴ എന്ന് പറഞ്ഞാൽ ആ ഴായും ളായും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അവർക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു വാക്ക്, ഇത് സ്കോണാണ്. ഇതിൻ്റെ ഇതൊരു മധുരപലഹാരമാണ്. അപ്പോൾ ഈ വാക്ക് 2 രീതിയിൽ പറയാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെയുള്ള ആൾ ഇതെനിക്ക് 2 രീതിയിൽ പറഞ്ഞു തന്നു. പക്ഷേ എനിക്കിത് സ്കോണെന്ന് മാത്രമേ പറയാൻ അറിയുള്ളൂ. അവർ എങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്കിത് സ്കോണെന്ന് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ തലയിലുള്ള ന്യൂറൽ കണക്ഷൻസ്, പാത്വേ എല്ലാം മലയാള ഭാഷയിലുള്ള ശബ്ദങ്ങൾ കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഉണ്ടായി വന്നത്. അല്ലാത്തതെല്ലാം വെട്ടിക്കളയപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് ഈ സ്കോൺ 2 രീതിയിൽ പറഞ്ഞാൽ ഒരിക്കലും കേട്ടാലും മനസ്സിലാവില്ല.
ചൈൽഡ്ഹുഡിന് ശേഷം 2 വയസ്സിന് ശേഷം പിന്നെ പ്യൂബേർട്ടി എത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു സർജ് ഓഫ് ന്യൂറൽ പാത്വേ ന്യൂറൽ കണക്ഷൻസ് ഉണ്ടാകുന്ന ഒരു സമയം എന്ന് പറയുന്നത്. പ്യൂബേർട്ടി എത്താറാവുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇത് മെയിനായിട്ടും സംഭവിക്കുന്നത് തലച്ചോറിൻ്റെ മുൻഭാഗത്ത് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഏരിയയിലാണ്. അപ്പോൾ ഈ ഏരിയയിലാണ് ലോജിക്കൽ തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, ഒരു ഗുഡ് ജഡ്ജ്മെൻറ്റ് ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഈ ഏരിയയിലാണ്. ഈ ഏരിയയിലാണ് ഈ സമയത്താണ് ഇങ്ങനത്തെ കണക്ഷൻസ് ഉണ്ടാവുന്നത് എന്നതിൻ്റെ അർത്ഥം ചില കുട്ടികളും അഡോളസൻസും ക്ലിയർ ആയിട്ടുള്ളൊരു ഡിസിഷൻ, വളരെ ലോജിക്കലായിട്ടുള്ള ഡിസിഷൻ എല്ലാം എടുക്കാനുള്ള രീതിയിൽ പരുവപ്പെട്ടിട്ടില്ല. കാര്യം അഡോളസൻറ്റ് പീരീഡിൽ മാത്രമാണ് ഇവിടെയുള്ള മൊട്ടക്കുന്നിലുള്ള ചെടികൾ വളർന്ന് മരങ്ങളാകുന്നത്. അപ്പം നിറയെ കണക്ഷൻസ് ഉണ്ട്. ഇത്രയും കണക്ഷൻസ് കാരണമാണ് അവർ വളരെ അധികം ഇമ്പൾസീവായിട്ടും റിസ്ക് ടേക്കേഴ്സായിട്ടും പ്ലഷർ സീക്കേഴ്സായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നത്. സോ ടീനേജേഴ്സിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ന്യൂറൽ പാത്വേയിലുള്ള പ്രശ്നമാണ്. അവരുടെ ഹോർമോൺസിൻ്റെ ഇൻഫ്ലുവൻസിലുണ്ടാകുന്ന ഈ ഒരു സർജ് ഓഫ് ഗ്രോത്ത് ആണ് അവരെ ഇമ്പൾസീവായിട്ടും അവരെ റിസ്ക് ടേക്കേഴ്സായിട്ടും അഡ്വഞ്ചറായിട്ടും പിയർ പ്രഷറിലൊക്കെ വീണ് ഡിസിഷൻ ലോജിക്കലായിട്ട് എടുക്കാൻ പറ്റാത്തവരായിട്ടും അവർ മാറുന്നതിൻ്റെ മെയിൻ റീസൺ. നമ്മൾ ഏത് രീതിയിലുള്ള എൻവയോൺമെൻറ്റിലേക്കാണ് ഇവർ എക്സ്പോസ്ഡ് ആക്കുന്നത് എന്നുള്ളതനുസരിച്ച് അവരുടെ പ്രൂണിങ് നടക്കുകയും 10 വർഷത്തോളമാണ് ഈ പ്രൂണിങ് നടക്കുന്നത്. പ്രൂണിങ് നടക്കുകയും കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്ന ഒരു പാറ്റേൺ കിട്ടുന്ന ന്യൂറൽ പാത്വേസ് സ്റ്റേ ചെയ്യുകയും അല്ലാത്തത് മറഞ്ഞു പോവുകയും ചെയ്യുന്നു, പ്രൂൺ ഇത് മാറ്റപ്പെടുകയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആൺകുട്ടി അവന് സ്ട്രെസ്സ് വരുമ്പോൾ അവന് ഓക്കെ നീ പാട്ട് കേട്ട് നോക്ക് എന്ന് അവൻ്റെ ഫാമിലി സജസ്റ്റ് ചെയ്യാണ്, അല്ലെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ പാട്ട് കേൾക്കുന്നതിലൂടെ അവന് സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ പാടിയാൽ അവന് സ്ട്രെസ്സ് പോകുന്നുണ്ട്. അപ്പോൾ അവന് ആ ഒരു പാത്വേ അവൻ്റെ ബ്രെയിനിൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. സോ ഇൻ ഫ്യൂച്ചറും എന്തെങ്കിലും സ്ട്രെസ്സ് വരുമ്പോൾ അവൻ നേരെ ഹെഡ്സെറ്റ് എടുത്ത് പാട്ട് കേൾക്കുകയായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്ട്രെസ്സ് തീർക്കാൻ, ദേഷ്യം തീർക്കാൻ അവൻ ജിമ്മിലേക്ക് പോകാൻ നമ്മൾ ഡയറക്റ്റ് ചെയ്യണം. ഓക്കെ, പിന്നത്തെ ഫ്യൂച്ചറിൽ അവൻ അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു പാത്വേ ആണ് അവൻ്റെ ബ്രെയിനിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്ത ഒരാൾക്ക് മേ ബി ഒരു റോങ് ആയിട്ടുള്ള സജഷനാണ് കിട്ടുന്നത്. യൂസ് ദ ഡ്രഗ്, ഇത് നിനക്ക് നല്ല പ്ലഷർ തരും, ഇപ്പോഴത്തേക്ക് എല്ലാം മറക്കാൻ പറ്റും. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുമ്പോൾ അടുത്തതായി വരുന്നത് ഡ്രഗ്സ് എന്നായിരിക്കും. അങ്ങനത്തെ ഒരു പാത്വേ ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. എന്നാൽ ഇതൊരു എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാത്വേ അല്ല, നമ്മൾക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ബ്രെയിനിന് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ലൈഫ് ലോങ് ഉള്ളതാണ്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഒരിക്കലും ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ശില കൊണ്ടുണ്ടാക്കിയ ഒരു സാധനമൊന്നുമല്ല. അതിനെ റീഓർഗനൈസ് ചെയ്ത് പുതിയ കണക്ഷൻസ് ഉണ്ടാക്കി പുതിയ സിനാപ്സിസ് ഒക്കെ ഉണ്ടാക്കാനുള്ള കഴിവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാര്യത്തിനെ പറ്റി നമ്മൾ ട്രെയിൻ ചെയ്യിച്ചാലും ആ കണക്ഷൻസ് നമ്മൾ റീഎൻഫോഴ്സ് ചെയ്ത് ഇന്ന് ഞാൻ രാവിലെ 5 മണിക്ക് എണീക്കണമെന്ന് തീരുമാനിച്ചാൽ കുറേ ദിവസം ഞാനത് ട്രൈ ചെയ്ത് അവസാനം എൻ്റെ ബോഡി തന്നെ ഒരു ന്യൂറൽ പാത്വേ ഉണ്ടായി കഴിഞ്ഞു. എൻ്റെ ബോഡി തന്നെ എന്നോട് പറയും നാളെ 5 മണിക്ക് എണീക്കണം. സോ അതൊരു ശീലം നമ്മളുടെ സിസ്റ്റത്തിലേക്ക് വരുന്നത് നമ്മുടെ ബ്രെയിനിലൂടെയാണ്. ഇല്ലെങ്കിൽ ഞാനൊരു കാർ ഓടിക്കാൻ പഠിക്കുകയാണ്. ഞാൻ കാർ ഓടിക്കാൻ പഠിച്ചത് വളരെ ലേറ്റായിട്ടാണ്. എനിക്ക് 40 വയസ്സ് ആയപ്പോഴാണ് കാർ ഓടിക്കാൻ ഞാൻ പഠിച്ചത്. പക്ഷേ ഒന്നിനും ബ്രെയിൻ ഒരു തടസ്സമല്ല. പുതിയ സ്കിൽസ് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പഠിക്കാൻ പറ്റും. കാര്യം ബ്രെയിൻ ഇസ് ന്യൂറോപ്ലാസ്റ്റിക്. യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ നടത്തിയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റാണ്. ലണ്ടനിലെ ക്യാബ് ഡ്രൈവേഴ്സ് അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാബ് ഡ്രൈവേഴ്സിനെ അവരവരുടെ ബ്രെയിൻ സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായത് റിഗാർഡ്ലെസ് ഓഫ് വാട്ട് ദേ വർ ഡൂയിങ് ബിഫോർ, എന്തവർ ഇതിന് മുന്നേ ചെയ്തിരുന്നു എന്നുള്ളതൊരു മാറ്ററേ അല്ല. ഒരു 4-5 വർഷമായിട്ട് അവർ ക്യാബ് ഡ്രൈവേഴ്സാണ്. അപ്പോൾ ഇവർക്ക് ഇവരുടെ ബ്രെയിൻ ഇമേജ് ചെയ്ത് നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ, ഡയറക്ഷൻ ഇതിനെയൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ക്യാബ് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റിയുടെ മൊത്തം മാപ്പ് അവരുടെ തലയിലുണ്ട്, അല്ലേ? അവർക്ക് ഈ വഴി പോയാൽ അവിടെ എത്തും എന്നെല്ലാം അറിയണം, വളരെ ക്ലിയർ ആയിരിക്കണം അവർക്ക്. അപ്പോൾ അവരുടെ ആ സ്പേഷ്യൽ അവെയർനെസ്, ഡയറക്ഷനൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ഹൈപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഏരിയ കുറച്ച് ലാർജായിട്ട് കാണപ്പെട്ടു. അതായത് വിസിബിളായിട്ട് നമുക്ക് കാണാം ഇത്രയും സ്ട്രോങ്ങറാണ് അവരുടെ ആ ഓറിയൻറ്റേഷൻ എന്നുള്ളത്. അത്രയും വിസിബിളായിട്ടുള്ള ചേഞ്ചസ് വരെ ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മളുടെ ബ്രെയിൻ രൂപപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു എക്സാമ്പിൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അദ്ദേഹം വളരെ വിശ്വവിഖ്യാതനായ ഒരു സയൻറ്റിസ്റ്റാണെന്ന് നമുക്കറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് മൂവ്മെൻറ്റ്, അതായത് ലെഫ്റ്റ് ഹാൻഡിലെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഡിസൈഡ് ചെയ്യുന്ന, അതിനെ നിയന്ത്രിക്കുന്ന തലയിലെ ആ പാർട്ട് വളരെയധികം പ്രോമിനൻ്റ് ആണ്, വളരെയധികം എൻലാർജ്ഡ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വയലിൻ വായിച്ചിരുന്നു, അദ്ദേഹം ഒരു വയലിനിസ്റ്റ് കൂടിയായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, നമ്മളാക്കുന്നത്
നമ്മളുടെ ഫാമിലി, നമ്മൾ ഏത് കൾച്ചറിൽ നിന്ന് വരുന്നു, ഏത് സൊസൈറ്റിയിലാണ്, എങ്ങനത്തെ നിയമങ്ങളുള്ള സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഏത് തരത്തിലുള്ള പുസ്തകങ്ങളാണ് നമ്മൾ വായിക്കുന്നത്, ഏത് തരത്തിലുള്ള യൂട്യൂബ് വീഡിയോസാണ് നമ്മൾ കാണുന്നത്, ഏത് പോഡ്കാസ്റ്ററെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള മൂവീസാണ് നമ്മൾ കാണുന്നത്, ആരൊക്കെയായിട്ടാണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ സംസാരിക്കുന്ന ഓരോ കോൺവെർസേഷനും, ഇപ്പം നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ ബ്രെയിനിലൊരു ഫുട് പ്രിൻറ്റ് തന്നിട്ടാണ് പോകുന്നത്. ഈ ഫുട് പ്രിൻ്റാണ് പുതിയൊരു സിനാപ്സായിട്ട് മാറുന്നതും പുതിയൊരു കണക്ഷൻ ഉണ്ടാക്കുന്നതും. ആ കണക്ഷൻസാണ് നിങ്ങളാക്കുന്നത്, നമ്മളാക്കുന്നത്. ഓൾസോ ഇൻ്റലിജൻസ് ഇസ് നോട്ട് ഫിക്സ്ഡ്. ഏത് സമയത്തും ഏത് പ്രായത്തിലും ഏത് അവസ്ഥയിലും നമ്മൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള രീതിയിലാണ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും സമയം വൈകിയിട്ടില്ല, പ്രായം വൈകിയിട്ടില്ല. നമ്മളുടെ പ്രായമോ നമ്മളുടെ തലച്ചോറോ നമ്മളുടെ അവസ്ഥയോ ഒന്നിനും തടസ്സമല്ല. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാത്രമേ എന്ത് നമ്മൾക്ക് പഠിക്കാനും എങ്ങനെ നമ്മൾക്ക് മാറാനും എങ്ങനെ ചേഞ്ച് ചെയ്യാനും ഉള്ള ഏറ്റവും വലിയ തടസ്സം ആറ്റിറ്റ്യൂഡ് മാത്രമാണ്.